नमस्ते। आज की कक्षा में सबको स्वागत। पिछली कक्षा में सच्चिदानंद हीरानंद वात्स्यायन अटने के बारे में पढ़ा। उसके कविता का नाम है नाच। अखे के बारे में कहे तो हिंदी के छायावादोत्तर कविता के प्रमुख हस्ताक्षरों में एक है अखे। वे प्रयोगवाद और नई कविता के प्रवर्तक हैं। इसके अलावा तार सप्तक का प्रमुख कवि है। आंगन के पारद्वार साहित्य अकादमी का पुरस्कार प्राप्त रचना है। कितनी नावों में कितनी बार भारतीय ज्ञानपीठ पुरस्कार प्राप्त रचना है। वे समर्थ कवि, कुशल उपन्यासकार, कहानी लेखक और निबंधकार भी है। शेखर जीवनी अटने जी का एक प्रसिद्ध मनोवैज्ञानिक उपन्यास है। नाच के बारे में कहा था, यहाँ नाच जीवन का प्रतीक, जीने का प्रतीक है। रस्सी जीवन का प्रतीक है और दो खंभा जन्म और मरण का प्रतीक है। यहाँ कवि प्रतीति और सच्चाई का अंदर व्यक्त हुआ है। एक तनी हुई रस्सी है जिस पर मैं नाचता हूँ। ये तनी हुई रस्सी दो खंभों के बीच है। यहाँ रस्सी पर नाचता है वह एक खंभे से दूसरे खंभे तक का नाच है। सब लोगों को उसी प्रकार प्रतीत होते हैं। नेक्स्ट നമുക്ക് എടുക്കാനുള്ളത് उस पर तेज की रोशनी पड़ती है जिसमें लोग मेरा नाच देखते हैं, न मुझे देखते हैं जो नाचता है, न रस्सी को जिस पर मैं नाचता हूँ, न गंभों को जिस पर रस्सी तनी है, न रोशनी को ही जिसमें नाच देखता है। लोग सिर्फ नाच देखते हैं। ഇവിടെ പറയുന്നത് ലോഗ് സിർഫ് നാച്ച് ദേഖ്തേ ഹേ, ആളുകൾ കേവലം അവിടെ കാണുന്നത് നൃത്തം മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഉസ് പർ തീക്കി റോഷ്നി പെടുത്തി ഹേ, റോഷ്നി എന്നുള്ള വെളിച്ചം, പ്രകാശം, തീക്കി എന്ന് പറഞ്ഞാൽ തീക്ഷ്ണമായിട്ടുള്ള. അപ്പോൾ ഈ തൂണുകളുടെ ഇടയിൽ വലിച്ചു കെട്ടിയ കയറിൽ നൃത്തം ചെയ്യുന്നതായിട്ടാണ് എല്ലാ ആളുകൾക്കും തോന്നുന്നത്. മറ്റുള്ളവർക്ക് തോന്നുന്നത് അങ്ങനെയാണ്, അനുഭവപ്പെടുന്നത് അങ്ങനെയാണ്. അതിൽ തീക്കി റോഷ്നി പെടുത്തി ഹേ, തീവ്രമായിട്ടുള്ള തീക്ഷ്ണമായിട്ടുള്ള വെളിച്ചം അവിടെയുണ്ട്. ജിസ് മേ ലോക മേരാ നാച്ച് ദേഖ്തേ ഹേ, ആ വെളിച്ചത്തിൽ ആളുകൾ എൻ്റെ നൃത്തമാണ് കാണുന്നത്. ന രസ്സി ഇവിടെ പറയുന്നുണ്ട്, ന മുझे ദേഖ്തേ ഹേ ജോ നാച്താ ഹേ, പക്ഷെ എന്നെ കാണുന്നില്ല. ആരാണ് നൃത്തം ചെയ്യുന്നത് അതാരാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എന്നെ കാണുന്നില്ല. ന രസ്സിക്കോ ജിസ് പർ മേ നാച്താ ഹും, അത് ഞാൻ നൃത്തം ചെയ്യുന്നു എന്ന് പറയുന്ന ആ കയറ്, ആ വലിച്ചു കെട്ടിയ കയറ്, അതും ആളുകൾ കാണുന്നില്ല. ന ഗംഭോക്കോ ജിസ് പർ രസ്സി തനി ഹേ, രണ്ട് തൂണുകളുടെ ഇടയിൽ കൂടിയാണ് കയറ് വലിച്ചു കെട്ടിയിരിക്കുന്നത്. ആ കയറും അല്ലെങ്കിൽ ആ തൂണുകളും മറ്റുള്ളവർ കാണുന്നില്ല. ന റോഷ്നിക്കോ ഹി ജിസ്മേ നാച്ച് ദിക്താ ഹേ, അതായത് എവിടെയാണോ ആ നൃത്തം കാണുന്നത് അവിടുത്തെ ആ വെളിച്ചവും ആളുകൾ കാണുന്നില്ല. കാണുന്നത് ഒന്ന് മാത്രമാണ്, ലോഗ് സിർഫ് മേരാ നാച്ച് ദേഖ്തേ ഹേ, ആളുകൾ കേവലം എൻ്റെ നൃത്തം മാത്രമാണ് കാണുന്നത്, വേറെ ഒന്നും കാണുന്നില്ല. അവിടെ കാണുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. കയറുണ്ട്, കയറ് വലിച്ചു കെട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ രണ്ട് തൂണുകളുടെ ഇടയിലാണ് വലിച്ചു കെട്ടിയിരുന്നത്. അവിടെ നല്ല വെളിച്ചമുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇതൊന്നും ആളുകൾ കാണുന്നില്ല. ആളുകൾ കാണുന്നത് എൻ്റെ നൃത്തം മാത്രമാണ്. ബാക്കി ഒരു കാര്യം, അതായത് മുझे नहीं देखते हैं, रस्सी को नहीं देखते हैं,
खंभों को नहीं देखते हैं, रोशनी को ही नहीं देखते हैं, केवल मेरा नाच देखते हैं. നൃത്തം മാത്രമാണ് കാണുന്നത്. पर मैं जो नाचता, जो जिस रस्सी पर नाचता हूँ, जो जिन खंभों के बीच है, जिस पर जो रोशनी पड़ती है, उस रोशनी में, उन खंभों के बीच उस रस्सी पर असल में मैं नाचता नहीं हूँ. പക്ഷെ ഇവിടെ പറയുന്നത് മേൻ ജോ നാച്ത, ഞാൻ എന്ത് നൃത്തമാണോ ചെയ്യുന്നത് അതുപോലെ ഏത് കയറിലാണ്, ജിസ് റസി പർ നാച്താഹും, ഏത് കയറിലാണ് നൃത്തം ചെയ്യുന്നത്, ജോ ജിൻ ഖംഭോം കെ ബീച്ച്, ആ കയർ ഏതെല്ലാം തൂണുകളുടെ ഇടയിലാണ്, ജിസ് പർ ജോ റോഷ്നി പടുത്തി ഹേ, ആ കയറുകളുടെ മുകളിൽ ആ നൃത്തം ചെയ്യുന്ന സ്ഥലത്ത് കാണുന്ന വെളിച്ചം, ഉസ് റോഷ്നി മേ ഉൻ ഖംഭോം കെ ബീച്ച് ഉസ് റസി പർ അസൽ മേ നാച്ത നഹീം, ആ വെളിച്ചത്തിലെ ആ തൂണുകളുടെ ഇടയിൽ വലിച്ചു കെട്ടിയ ആ കയറിലെ വാസ്തവത്തിൽ മേ നാച്ത നഹീം, ഞാൻ നൃത്തം ചെയ്യുന്നില്ല. കവി പറയണ ഞാനവിടെ നൃത്തം ചെയ്യുന്നില്ല, പക്ഷെ ആളുകൾ കാണുന്നത് എൻ്റെ നൃത്തമായിട്ടാണ് ആളുകൾക്ക് തോന്നുന്നത്, പക്ഷെ ഞാനവിടെ വാസ്തവത്തിൽ നൃത്തം ചെയ്യുന്നില്ല. മേ കേവൽ ഉസ് ഖംബേ സേ ഇസ് ഖംബേ തക് ദൗഡ്താ ഹൂം, ഞാൻ ഈ തൂണിൻ്റെ ഒരറ്റത്ത് നിന്ന്, അതായത് ജനിച്ചു കഴിഞ്ഞ് ജനനമാകുന്ന ആ തൂണിൻ്റെ ഒരറ്റത്ത് നിന്ന് ഇസ് ഖംബേ തക് ദൗഡ്താ ഹേ, ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക്, അതായത് മരണം വരെ, അതായത് ജീവിച്ച് തീർക്കുകയാണ്, അതായത് ജനിച്ചു മരിക്കുന്നത് വരെയുള്ള ജീവിതമാണ് അവിടെ പറയുന്നത്. അപ്പോൾ അവിടേക്കുള്ള എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇസ് ഖംബേ തക്ക ദൗഡ്താഹും, ഈ തൂണിൻ്റെ അറ്റം തൊട്ട് അല്ലെങ്കിൽ ഈ തൂണ് മുതൽ മറ്റേ തൂണ് വരെയുള്ള ഓട്ടമാണ് അവിടെ നടക്കുന്നത്. ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ജീവിതത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അതായത് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ജീവിക്കാൻ വേണ്ടിയുള്ള അധ്വാനത്തിൽ കൂടി അല്ലെങ്കിൽ ആ കയറിൽ കൂടെ ഓടുന്നതാണ് ചെയ്യുന്നതെന്ന് പറയാം, അല്ലാതെ നൃത്തമല്ല. ജീവിക്കാൻ വേണ്ടിയുള്ള കഷ്ടപ്പാടാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കവി പറയാണ് മേ കേവൽ, വാസ്തവത്തിൽ അവിടെ എന്ത് ചെയ്യുന്നില്ല കവി പറയണ മേ അസൽ മേ നാച്താ നഹീ ഹൂം, ഞാൻ വാസ്തവത്തിൽ അവിടെ നൃത്തം ചെയ്യുന്നില്ല. പിന്നെ അവിടെ നടക്കുന്ന കാര്യം ഇതാണ്, മേ കേവൽ ഉസ് ഖംബേ സേ ഇസ് ഖംബേ തക് ദൗഡ്താ ഹൂം, അതായത് ജനിച്ച് മരണം വരെയുള്ള ഓട്ടം, ആ ജീവിതത്തിലെ ഓട്ടമാണ് അവിടെ പറയുന്നത്. ആ കയറുമ്പോൾ കൂടെയുള്ള നൃത്തം എന്ന് പറയുന്നത് ആ കയറുമ്പോൾ കൂടെയുള്ള ജീവിതം, അതായത് ജീവിച്ച് തീർക്കുക, ജീവിക്കുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. कि इस या उस गंबे से रस्सी खोल दो कि तनाव चूके और ढील में मुझे छुट्टी हो जाए, पर तनाव ढीलता नहीं और मैं इस गंबे से उस गंबे तक दौड़ता हूँ. कभी പറയണേ इस या उस गंबे से रस्सी खोल दूँ, ഈ ഭാഗത്തെ അല്ലെങ്കിൽ ഈ തൂണുമ്മത്തെ അല്ലെങ്കിൽ ആ തൂണുമ്മത്തെ കയറിനെ ഒന്ന് അഴിച്ചിടാനായിട്ട്, രസി കോഴ്തും, അതൊന്ന് തുറന്നിടുക, ഒന്ന് ഓപ്പണാക്കുക, അല്ലെങ്കിൽ അതൊന്ന് അഴിച്ചിടുക. കി തനാവ് ചുക്കി, അങ്ങനെയാണെങ്കിൽ ആ വലിവ് അവിടെ നഷ്ടമാകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ആ പ്രഷർ, ആ സമ്മർദ്ദം അവിടെ ഇല്ലാതെയാവും. ആ ഡീൽ മേ മുझे छुट्टी हो जाए, ആ വലിവ്, ആ വലിച്ചിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ സമ്മർദ്ദത്തിൽ മേരി ചുട്ടി ഹോ ജായെ, എനിക്ക് കുറച്ച് മോചനം കിട്ടും. പർ തനാവ് ടീൽ തന്നെയും, പക്ഷെ ആ സമ്മർദ്ദം, ആ പ്രഷർ അല്ലെങ്കിൽ ആ വലിവ് ഒരിക്കലും അവിടെ അഴയുന്നില്ല. മേം ഇസ് ഖംബേ സേ ഉസ് ഖംബേ തക് ദൗഡ്താ ഹൂം, ഞാൻ എന്താ ചെയ്യുന്നത്, ഈ കെട്ടിയ കയറിൻ്റെ ഈ അറ്റത്തുനിന്ന്, ജനിച്ചതിൻ്റെ അവിടെ നിന്ന് തൊട്ട് അങ്ങേയറ്റത്ത് കെട്ടിയ കയറ് വരെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അതായത് മരണം വരെയുള്ള ഓട്ടം. പർ തനാവ് ടീൽത്താ നഹീം, ആ ടീല എന്ന് പറഞ്ഞാൽ അയവ്, അതായത് ആ വലിവിന് അല്ലെങ്കിൽ പ്രഷർ കുറയുന്നില്ല. പർ തനാവ് വൈസാഹി ബനാരത്താഹി, ആ പ്രഷർ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്, അതിൽ നിന്നൊരു മോചനമില്ല. ജീവിതത്തിൻ്റെ ആ അറ്റം വരെ അല്ലെങ്കിൽ അവസാനം വരെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ആ ഓട്ടത്തിൽ നിന്ന് ഒരു മോചനവും കിട്ടുന്നില്ല, അതൊരിക്കലും കുറയുന്നില്ല. पर तनाव वैसाही बना रहता है, सब कुछ वैसाही बना रहता है, എല്ലാം അങ്ങനെ തന്നെ ഇരിക്കുന്നു. എവിടെ നിന്നാണോ തുടങ്ങുന്നത് എവിടം വരേക്കാണ് എത്തുന്നത് അത് അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്, ഒരു മാറ്റവുമില്ല. और वही मेरा नाच है जिसे सब देखते हैं, मुझे नहीं, रस्सी को नहीं, खंभे नहीं, रोशनी नहीं, तनाव भी नहीं देखते हैं नाच. വഹി മേരാ നാച്ച് ഹേ ജിസെ സബ് ദേഖ്തേ ഹേ, സബ് ലോഗ് ദേഖ്തേ ഹേ മേരാ നാച്ച്, എല്ലാ ആളുകളും കാണുന്നത് എൻ്റെ നൃത്തമാണ്, വേറൊന്നും കാണുന്നില്ല. അത്
തോന്നുന്നവർക്ക് നൃത്തമായിട്ട് തോന്നുകയാണ് ചെയ്യുന്നത്. മുझे नहीं देखता, എന്നെ കാണുന്നില്ല. രസ്സി को नहीं देखता, കയറിനെ കാണുന്നില്ല. ഖംബെ നഹീം, ആ തൂണുകൾ കാണുന്നില്ല. ഇതൊന്നും അവിടെ ഇല്ല. പറയുന്നതാണ് മുझे नहीं, രസ്സി को नहीं, ഖംബെ നഹീം, തൂണുകളില്ല. റോഷ്നി നഹി, വെളിച്ചമില്ല. തനാബ് നഹി, അവിടെ ആ വലിച്ചില്ല അല്ലെങ്കിൽ അതിൻ്റെ പ്രഷറും ഇല്ല. ദേഖ്തേ ഹേ നാച്ച്, കേവൽ മേരാ നാച്ച് ദേഖ്തേ ഹേ സബ് ലോഗ്, എല്ലാ ആളുകളും കാണുന്നത് എൻ്റെ നൃത്തം മാത്രമാണ് അവിടെ കാണുന്നത്. അതായത് ജീവൻ കാ സത്യ എന്ന് പറയുന്നത്, അതായത് മേരാ സത്യം എന്ന് പറഞ്ഞാൽ അപ്പന ജീവൻ കാ സത്യ, എൻ്റെ സത്യം, എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ, അതായത് ജീവിതത്തിലെ അവസാനം വരെയുള്ള ഓട്ടം, അല്ലാതെ അത് നൃത്തമല്ല എന്ന് പറയുന്നത്. അതായത് ദൂസറോം കെ ലിയേ മേരാ ജീവൻ കാ സത്യ നാച്ച് ബരാബർ പ്രതീത് ഹേ, മറ്റുള്ളവർക്ക് എൻ്റെ ജീവിതമാകുന്ന സത്യം, ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ സത്യത്തെ കിസ്കെ സമാൻ പ്രതീത് ഹേ, നാച്ചിക്ക് സമാൻ പ്രതീത് ഹേ, നാച്ചിക്ക് ബരാബർ പ്രതീത് ഹേ, ഒരു നൃത്തമായിട്ട് തോന്നലാണ്. അത് തോന്നലാണ് അവിടെ പറയുന്നത്. യാഥാർത്ഥ്യം എന്ത് അല്ലെങ്കിൽ സത്യം എന്ത്, ജീവിതത്തിലെ ആ സത്യം എന്താണ്, അതിൻ്റെ തോന്നൽ എന്താണ്, ആ രണ്ടും നമ്മൾ വ്യത്യാസമാണ് കവിയോട് പറയുന്നത്. ഇപ്പോൾ ജീവിതത്തിൽ നമ്മൾ പറയുന്നത് ഒരു നൂൽപ്പാലത്തും കൂടെയുള്ളൊരു ജീവിതമാണ് നമ്മുടെ എന്ന് പറയുന്നത്. എപ്പോൾ വേണമെങ്കിലും ആ കയർ പൊട്ടാം. അതിൽ നിന്നൊരു മോചനം ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അതൊരിക്കലും നടക്കുന്നില്ല എന്ന് പറയുന്നത്. ആ തൂണിൻ്റെ അറ്റത്തേക്ക് കയറ് വലിച്ചിട്ട് തൂണിൻ്റെ അറ്റത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരിക്കലും അതിന് മോചനം ഉണ്ടാവുന്നില്ല. ജീവിതം അങ്ങനെയാണെന്ന് കവി പറയുന്നത്. അപ്പോൾ ഇവിടെ കവി നിജി ജീവിതാനുഭവക്കോ നാച്ച് പ്രതീതി, കവിയുടെ ആ സ്വന്തം ജീവിതാനുഭവങ്ങളാണ് അവിടെ നൃത്തമായിട്ട് അവിടെ തോന്നുന്നത്. അതായത് ജന്മ അവർ മരൺ കെ ബീച്ച് കാ നൃത്ത്, ജനിച്ചു കഴിഞ്ഞാൽ മരണം വരെയുള്ള ഓട്ടമാണ് അവിടെ നൃത്തമായിട്ട് കവിക്ക് ഇവിടെ മറ്റുള്ള ആളുകൾക്ക് തോന്നുന്നത്. കവി ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ നൃത്തം ചെയ്യുന്നില്ല, പക്ഷേ കാണികൾക്ക് തോന്നുന്നത് നൃത്തമായിട്ടാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ സമ്മറി നമുക്കൊന്ന് നോക്കാം. നാച്ച് हिंदी की छायावादोत्तर कविता के प्रमुख हस्ताक्षरों में एक है आँखें। वे प्रयोगवाद और नई कविता के प्रवर्तक हैं। तार सप्तक का प्रमुख कवि हैं। उन्हें आंगन के पार द्वार पर साहित्य अकादमी का पुरस्कार और कितनी नावों में कितनी बार नामक कविता पर भारतीय ज्ञानपीठ पुरस्कार भी प्राप्त हुआ है। वे समर्थ कवि, कुशल उपन्यासकार, कहानी लेखक और निबंधकार भी है। शेखर जीवनी अटने जी का प्रसिद्ध मनोवैज्ञानिक उपन्यास है। नाच नामक कविता में प्रतीति और सच्चाई का अंदर चित्रित है। निजी जीवितानुभवों दूसरों का नाच प्रतीत है। ये सब लोगों को ये नाच प्रतीत है। जन्म और मरण के बीच का नाच, यह नाच जीने का प्रतीक है, रस्सी जीवन है। तनी हुई रस्सी पर आदमी दोनों तरफ दौड़ता है। यहाँ दौड़ मानव का अस्तित्व प्राप्त करने का दौड़ है। यहाँ दोनों खंभा जन्म और मरण का प्रतीक है। जन्म से मृत्यु तक जीवन रूपी रस्सी पर चलना हमारी नियति है। यहाँ कवि कहते हैं कि मैं तनी हुई रस्सी पर नाचता हूँ। यह रस्सी तनी हुई है और ये रस्सी दोनों खंभों के बीच है। उस रस्सी पर मैं नाचता हूँ। कवि कहता है उस रस्सी पर मैं नाचता हूँ। वह एक खंबे से दूसरे खंबे तक का नाच है। खंबे, रस्सी और मेरा नाच पर तीखी या तीक्ष्ण रोशनी पड़ती है, तीखी प्रकाश पड़ती है, इसलिए लोग मेरा नाच देखते हैं। लेकिन मेरा नाच को मुझे नहीं दिखाई देता है। जिस तरी हुई रस्सी पर मैं नाचता हूँ वह भी मुझे नहीं देख सकता। उस रोशनी में खंभों के बीच रस्सी पर
असल में मैं नाचता नहीं, लेकिन सिर्फ लोग मेरा नाच देखते हैं. അപ്പോൾ ആ വലിച്ചു കെട്ടിയ കയറിൽ നൃത്തം ചെയ്യുന്നതായിട്ട് മറ്റുള്ള ആളുകൾക്ക് തോന്നുകയാണെന്നാണ് കവി പറയുന്നത്. വാസ്തവത്തിൽ അവിടെ അസൽ മേ നാച്താ നഹി. खंभों के बीच तनी हुई रस्सी में प्रकाश में दूसरों को मेरा नाच प्रतीत है. दूसरे लोगों को, सब लोगों को ये मेरा नाच प्रतीत होते हैं. असल में वह मेरे लिए नाच नहीं है, मेरा जीवन का सत्य है, मेरा जीवन का दौड़ है. इस दुनिया में मेरे जीने का कठिन श्रम है. दूसरों को नाच की तरह प्रकट दोनों खंभों के बीच का दौड़ वास्तव में तनी हुई रस्सी को खोलने या ढीला करने का मेरा श्रम है. यहाँ रस्सी खोले तो तनाव ढीला हो जाएगी, तब मैं सुस्त हो जाएगा और मुझे छुट्टी मिल जाएगा. मुझे इस जीवन से छुट्टी मिल जाएगी. लेकिन तनाव, रस्सी, खंभा, मेरा नाच कभी भी समाप्त नहीं होता है. इसलिए मुझे नाचना पड़ता है. जीवन की तनाव सब कुछ वैसा ही बना रहता है. मेरे इस नाच में अपने को वह रस्सी, तनाव, खंबे, रोशनी कुछ भी दिखाई नहीं देता. मेरा सत्य मुझे मालूम नहीं, मुझे दर्शाया नहीं जाता, लेकिन वह दूसरों के लिए नाच प्रतीत है. मेरा सत्य अपना जीवन का सत्य है, दूसरों के लिए मेरा सत्य नाच की तरह, नाच के समान प्रतीत होता है. ओके, थैंक यू.